ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സമോസ ഷീറ്റ്സ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ല കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം പോലെയായാൽ നമുക്ക് ശരിക്കും സമോസ ഷീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണുള്ളത്. ഇതിനി ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്നും കുറച്ച് വലിയ ബോൾസ് ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലുതാക്കണം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിലും കുറച്ച് വലുതായിട്ട് എടുക്കുക. ഇതേപോലെ ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി വെച്ച് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്നതിലും കുറച്ച് വലുതായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 4 ബോൾസ് നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിവിടെ 4ഉം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ച ഒരു മാവിലേക്ക് എണ്ണ തേച്ച് കൊടുക്കണം. സൈഡ്സിലും അതേപോലെ മുഴുവനായിട്ടും തന്നെ നമുക്ക് എണ്ണ കുറച്ചധികം തന്നെ പരത്തി കൊടുക്കണം. സൈഡ്സിൽ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ തന്നെ തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദമാവ് വിതറി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റൊരു മാവ് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കുക. ഇനി കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം മറ്റൊരു ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ 4 സെറ്റായിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ കൂടുതൽ നമ്മൾ ചെയ്യരുത്. പിന്നെ നമുക്കത് അടർത്തി മാറ്റാനൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ 4 സെറ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ലാസ്റ്റ് ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ പരത്തിയെടുക്കണം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കണം. അപ്പോൾ വളരെ സാവധാനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് പതുക്കെ നമ്മളിത് പരത്തിയെടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പക്ഷേ ഇത് പരത്തുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ലതുപോലെ ഇത് സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കുക. ഇതിവിടെ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാക്കി എടുക്കണം. ഇപ്പം നല്ല ചൂടായിട്ടുള്ള ഒരു തവയിലേക്ക് നമുക്കിതിട്ട് ചൂടാക്കി എടുക്കാം. ഇപ്പം നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരുപാട് നമ്മളിതിട്ട് വേവിക്കുന്നില്ല. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇതിനി നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ലെയേഴ്സ് എല്ലാം എടുത്ത് മാറ്റാം.
ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് ലെയേഴ്സ് ഇതേപോലെ ഓരോന്നും വിട്ട് വരുന്ന കാണാം. നമുക്ക് പതുക്കെ ഓരോ ലെയേഴ്സും മാറ്റിയെടുക്കണം. ഇത് പിടിച്ച് വലിക്കരുത്, അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഷീറ്റ്സ് എല്ലാം പൊട്ടിപ്പോവും. വളരെ പതുക്കെ ഓരോ ലെയറും മാറ്റിയെടുക്കുക. ഇതുകൊണ്ടാണ് എണ്ണ കൂടുതൽ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓരോ ലെയേഴ്സും എടുത്തു മാറ്റാൻ എളുപ്പമായിരിക്കും. നല്ല കനം കുറഞ്ഞ ഷീറ്റ്സാണിത്. കണ്ടില്ലേ, നല്ല പേപ്പർ പോലെയാണുള്ളത്. ബാക്കിയുള്ള ഷീറ്റ്സും നമുക്ക് ഇതേപോലെ തന്നെ എടുത്തു മാറ്റാം. നമ്മൾ എണ്ണ കൂടുതൽ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഓരോന്നും എടുത്തു മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് സൈഡ്സിൽ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കണം. നല്ല സൈഡിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ സമോസ ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഷീറ്റ്സും നമുക്ക് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് റോൾസ് ഒക്കെ ഉണ്ടാക്കാനും ഈ ഷീറ്റ് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് നമ്മളിത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന് നടുക്കും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 20 മിനിറ്റ് മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതേപോലെ ഈ ഷീറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് ഒരു കവർ, എയർടൈറ്റുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു കവറിൽ വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് സമോസ ഉണ്ടാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ചീത്തയാവില്ല. ഇതിപ്പോൾ ഞാൻ സമോസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല കനം കുറഞ്ഞ ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ അതേപോലത്തെ ഷീറ്റ്സ് തന്നെയാണിത്. നമുക്കിത്രേ ഇതിൽ നിന്നും വേസ്റ്റ് ആവുന്നുള്ളൂ. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.